കന്നഡ സിനിമ ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയാവുന്നവർക്ക്, കന്നഡ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇവരെ അറിയാം. നമ്മുടെ നാട്ടിൽ മലയാളം ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണോ സൂപ്പർ സ്റ്റാറുകൾക്ക് ശേഷം ചില നടന്മാരുള്ളത്, അതുപോലെ കന്നഡ ഇൻഡസ്ട്രിയിലും സൂപ്പർ സ്റ്റാറുകൾക്ക് ശേഷം അടുത്ത ഘട്ടത്തിൽ വരുന്നയാളാണ് ഇയാൾ. പേര് ദർശൻ. ചലഞ്ചിങ് സ്റ്റാർ, ഡി ബോസ് എന്നൊക്കെ അറിയപ്പെടും. എന്നാൽ ഇതൊക്കെ ചില ദിവസങ്ങൾക്ക് മുൻപ് മാത്രം. ഇന്നത്തെ സ്ഥിതി മറ്റൊന്നാണ്. വൺസ് എ ഹീറോ, നൗ എ ക്രിമിനൽ. ഇപ്പോൾ ഇയാളുടെ ജീവിതം ഈ ഒരു അവസ്ഥയിലാണ്. ഒരു ചെറിയ പ്രോഡക്റ്റ് മാത്രം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിന് ടോക്കിംഗ് കാർഡ് റീഡർ എന്ന് പറയും. ആമസോണിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ കിഡ്സ് ബെസ്റ്റി എന്ന നമ്മുടെ സ്വന്തം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് സ്പെല്ലിംഗ് പറഞ്ഞു കൊടുക്കണം, ബേർഡ്സ്, ട്രാവൽ, ഷേപ്സ്, ഇങ്ങനെ എന്ത് പറഞ്ഞു കൊടുക്കുന്ന ഇതുപോലുള്ള ഫ്ലാഷ് കാർഡ്സ് ആയാലും, ഇതുപോലെ 160-ൽ കൂടുതൽ ഫ്ലാഷ് കാർഡ്സ് 2 ഭാഗവും പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ഈ ഫ്ലാഷ് കാർഡ് എടുത്ത് ഈ ഒരു റീഡറിനകത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ അടുത്തത് ഫ്രോഗാണ്. ഇതുപോലെ ഒരുപാട് മൃഗങ്ങൾ, പക്ഷികൾ, ഷേപ്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ 299 രൂപ. കിഡ്സ് ബെസ്റ്റി, താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ട്. വിക്കിവോക്സ് 10 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇത് മാത്രമല്ല, കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്, സ്കിൽ ഡെവലപ്മെന്റ്, ഇങ്ങനെ ആവശ്യമായ ഒട്ടനവധി പ്രോഡക്ട്സ് ആണ് ആ വെബ്സൈറ്റിലുള്ളത്. താഴെയുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം. ബാംഗ്ലൂരിന് പുറത്ത് കാമാച്ചിപാളയം എന്ന സ്ഥലം, അതിനടുത്തുള്ള പട്ടേൽ നഗർ, അവിടെയുള്ള ഏതോ ഒരു അപ്പാർട്ട്മെന്റിൽ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ഒരാൾ 2024 ജൂൺ മാസം 9-ാം തീയതി അതിരാവിലെ ആ ഏരിയയിലൂടെ പോവുകയായിരുന്നു. ആ സമയം അവിടെയുള്ള മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്ത് കുറച്ച് നായകൾ കൂടി നിന്ന് അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒന്നിനെ കടിച്ചു തിന്നുകയായിരുന്നു. ആ സമയം ഈ നായകൾ പരസ്പരം അടിയുണ്ടാക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് സെക്യൂരിറ്റി അതിനടുത്തേക്ക് ചെന്ന് നോക്കുന്നു. അപ്പോഴാണ് ആ നായകൾ കടിച്ചു തിന്നുന്നത് ഒരു മനുഷ്യ ശരീരമാണെന്ന് അയാൾക്ക് മനസ്സിലായി. കണ്ടതും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്തോ ഒരു ഭയം അയാൾക്കുള്ളിൽ വരാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു. ബാംഗ്ലൂരിൽ, ഒരു വലിയ സിറ്റിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതറിഞ്ഞ പോലീസ് ആ ഒരു സ്ഥലത്തേക്ക് എത്തി. ആ ശരീരം പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനും അയച്ചു. തുടക്കത്തിൽ കാമാച്ചിപാളയം പോലീസ് ഈ ഒരു കേസ് ഫയൽ ചെയ്തു. ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ അറിയാൻ കഴിഞ്ഞത് അതൊരു പുരുഷന്റെ ശരീരമാണ്. അയാൾക്ക് 30-35 വയസ്സിനുള്ളിൽ പ്രായം കാണും. അയാളെ ആരോ കൊന്നതിന് ശേഷം ഇവിടെ ഉപേക്ഷിക്കുകയായിരുന്നു എന്ന്. ഇതറിഞ്ഞ ഉടനെ പോലീസ് ചെയ്തത് ആ മരിച്ചത് ആരാണ് എന്ന് അറിയാനുള്ള അന്വേഷണം നടത്തി. ആ ഏരിയയിലുള്ള എല്ലാ CCTV ഫുട്ടേജും എടുക്കുന്നു. അവിടെയുള്ള ടെക്നിക്കൽ എവിഡൻസ് എല്ലാം കളക്ട് ചെയ്യുന്നു. അപ്പോഴാണ് പോലീസിന് മനസ്സിലായത് ആ മരിച്ച വ്യക്തിയുടെ പേര് രേണുക സ്വാമി. അയാൾക്ക് 33 വയസ്സായി. ചിത്രദുർഗ എന്ന സ്ഥലത്താണ് അയാളുടെ വീട്. ചിത്രദുർഗയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് 200 കിലോമീറ്റർ ഉണ്ട്. ഒരു മെഡിക്കൽ ഷോപ്പിലാണ് അയാൾ ജോലി ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞ് 1 വർഷമേ ആയിട്ടുള്ളൂ. ഭാര്യ 5 മാസം ഗർഭിണിയാണ്. വയസ്സായ അച്ഛനെയും അമ്മയെയും അയാൾ തന്നെയാണ് നോക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ജൂൺ മാസം 9-ാം തീയതി ഇങ്ങനെ ഒരു അവസ്ഥയിൽ രേണുക സ്വാമിയെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ പോലീസ് കുടുംബത്തെയും വിവരം അറിയിച്ചു. രേണുക സ്വാമിക്ക് അങ്ങനെ ശത്രുക്കളായി പറയാൻ ആരും തന്നെ ഇല്ലായിരുന്നു. ഇപ്പൊ മരിച്ചത് രേണുക സ്വാമിയാണെന്ന് പോലീസ് കണ്ടെത്തിയ ഉടനെ അയാളുടെ മൊബൈൽ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്യാൻ തുടങ്ങി. ആർക്കൊക്കെ അവസാനമായി ഫോൺ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ജൂൺ 7, 8, 9 തീയതികളിൽ അയാളുടെ മൊബൈൽ സിഗ്നൽ എവിടെയായിരുന്നു, അവസാനമായി അയാൾ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും കളക്ട് ചെയ്യുന്നു. അതിലൂടെ പോലീസിന് മനസ്സിലായത് ജൂൺ മാസം 8-ാം തീയതി രേണുക സ്വാമി വളരെ സാധാരണയായി ജോലി ചെയ്യാനായി അയാളുടെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി. അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് അമ്മയുമായി ഫോണിൽ സംസാരിച്ചു. തുടർന്ന് ഒരു നമ്പറിൽ നിന്നും അയാൾക്ക് കോൾ വന്നുകൊണ്ടേയിരുന്നു. അന്നത്തെ ദിവസം അയാൾ വീട്ടിൽ വന്നില്ല. രാത്രിയായി, അടുത്ത ദിവസമായി. എന്നിട്ടും രേണുക സ്വാമി വീട്ടിൽ വരാതായപ്പോൾ ഭയന്നുപോയ കുടുംബം പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് ആ സമയം ഇതിനൊരു മിസ്സിംഗ് കംപ്ലൈന്റായി മാത്രമേ ഫയൽ ചെയ്തുള്ളൂ. ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ പോലീസും നേരത്തെ കൊടുത്ത കംപ്ലൈന്റ് ഡീറ്റെയിൽസ് എടുത്തു. ആ കംപ്ലൈന്റിലൂടെ മരിച്ച വ്യക്തിയുടെ ധാരണയും ചിത്രം ഉൾപ്പെടെ പോലീസിന് ലഭിച്ചു. ഇപ്പോഴാണ് പോലീസ് അയാളുടെ മൊബൈലിലേക്ക് തുടർന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആ നമ്പർ ഏതാണെന്ന് ട്രേസ് ചെയ്യുന്നു. അങ്ങനെ ഒരു 3 പേരെ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ അവർ തുടക്കത്തിൽ പറഞ്ഞത് സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമാണ് കൊന്നത് എന്ന്. എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ നിന്നാണ് കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലെ വളരെ ഫേമസ് ആയ ആക്ടർ ദർശൻ ദുഗൂബ് ഈ ഒരു കേസിലേക്ക് വരുന്നത്. ഇയാൾക്ക് 47 വയസ്സായി. ദർശൻ ഒരു ആക്ടർ മാത്രമല്ല, പ്രൊഡ്യൂസറുമാണ്.
അയാളുടെ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റിനെയായിരുന്നു ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത ഉടനെ ചോദ്യം ചെയ്യലും ആരംഭിച്ചു. അതിലൂടെ പല സത്യങ്ങളായിരുന്നു അറിയാൻ കഴിഞ്ഞത്. ദർശന്റെ ഭാര്യയുടെ പേര് വിജയലക്ഷ്മി. ദർശനും വിജയലക്ഷ്മിക്കും ഇടയിൽ പല വർഷങ്ങളായി കുടുംബ പ്രശ്നം നടക്കുന്നുണ്ട്. അത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ മീഡിയയിൽ വരുന്ന രീതിയിൽ, പോലീസ് കംപ്ലൈന്റ് എടുക്കുന്ന രീതിയിൽ ആ പ്രശ്നം അത്രത്തോളം വലുതായിരുന്നു. 2011 സെപ്റ്റംബർ മാസം 9 ഭാര്യ നൽകിയ ഗാർഹിക പീഡന കേസിൽ ദർശൻ അറസ്റ്റിലായി. 14 ദിവസം കസ്റ്റഡിയിലായിരുന്നു. തന്നെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും ആ പരാതിയിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സംഭവം കഴിഞ്ഞ് 5 വർഷങ്ങൾക്ക് ശേഷം 2016 വീണ്ടും തന്നെ അടിച്ചു, വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വിജയലക്ഷ്മി പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. 2011 സംഭവിച്ചതുപോലെ ഇപ്പോഴും ഇതൊരു വിവാദമായി മാറി. എന്നാൽ ഈ സമയം ദർശൻ പോലീസിനോട് പറഞ്ഞത്, ഞാൻ ആ സമയം മദ്യപിച്ചിരിക്കുകയായിരുന്നു, എനിക്ക് ബോധമില്ലായിരുന്നു, ആ സമയം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ലായിരുന്നു എന്ന് വളരെ സിമ്പിളായി അയാൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. അടുത്ത ചില ദിവസത്തിൽ ബെയിൽ വാങ്ങി പുറത്തേക്ക് വരികയും ചെയ്തു. ഇതൊക്കെ ഇവർ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നമാണ്. ഇതിനിടെ സംഭവിച്ചത് പവിത്ര ഗൗഡ എന്നൊരു നടി ഞാനും ദർശനും 10 വർഷമായി റിലേഷൻഷിപ്പിലാണ് എന്ന് പറയുകയും രണ്ടുപേരും ചേർന്നെടുത്ത ഫോട്ടോസ് അവരുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനും തുടങ്ങി. ഈ പോസ്റ്റുകൾക്ക് ശേഷമാണ് പല സംഭവങ്ങൾക്കും തുടക്കമായത്. മരിച്ചു എന്ന് പറഞ്ഞ അല്ലെങ്കിൽ കൊന്നു എന്ന് പറഞ്ഞ രേണുക സ്വാമി, അയാൾ ദർശന്റെ വലിയൊരു ഫാനായിരുന്നു. അയാൾക്ക് പവിത്രയുടെ നമ്പർ എങ്ങനെ കിട്ടിയെന്നറിയില്ല, സോഷ്യൽ മീഡിയയിലൂടെ കമന്റ് ചെയ്തോ എന്നും അറിയില്ല. എന്നാൽ തുടർന്ന് രേണുക സ്വാമി പവിത്രയ്ക്ക് മെസ്സേജ് അയച്ച് സംസാരിച്ചുകൊണ്ടേയിരുന്നു. നീ കാരണമാണ് വിജയലക്ഷ്മിയും ദർശനും ഇങ്ങനെ വേർപിരിഞ്ഞ് താമസിക്കുന്നത്. ഇടയിൽ നീ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവരിപ്പോഴും സന്തോഷമായി ജീവിക്കുമായിരുന്നു എന്ന് തുടർന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി. തുടക്കത്തിൽ പവിത്ര ഈ മെസ്സേജുകളൊന്നും ശ്രദ്ധിച്ചില്ല. കാരണം അവരുടെ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല അവരൊരു നടിയാണ്. ഇതുപോലുള്ള മെസ്സേജുകളൊക്കെ പലതും അവർക്ക് വരാറുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ വരുന്ന മെസ്സേജുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് ദർശനോട് പറഞ്ഞു. ഇതറിഞ്ഞ ഉടനെ ദർശൻ തന്റെ ഫാൻസ് അസോസിയേഷൻ മെമ്പേഴ്സിനെ ഉപയോഗിച്ച് രേണുക സ്വാമി എന്നയാളെ തട്ടിക്കൊണ്ടുപോകുന്നു. അയാളെ ചിത്രദുർഗയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ ദർശന്റെ ഗോഡൌണിൽ രേണുക സ്വാമിയെ അടച്ചു വെക്കുന്നു. ഒരു കൂട്ടം ആളുകൾ ചേർന്ന് അയാളെ അടിച്ചു മർദ്ദിക്കാൻ തുടങ്ങി. അല്പസമയത്തിൽ ആ ഗോഡൌണിൽ ദർശന്റെ വണ്ടിയായ ചുവന്ന താർ വരുന്നു. ദർശനും പവിത്രയും ആ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് പോകുന്ന CCTV ഫുട്ടേജ് പോലീസിന്റെ പക്കലുണ്ട്. രാത്രി 3 മണിവരെയും ദർശൻ ആ ഗോഡൌണിനുള്ളിൽ തന്നെയായിരുന്നു. 3:30 ശേഷം ആ ഗോഡൌൺ വിട്ട് പുറത്തേക്ക് വരുന്നതിന്റെ CCTV ഫുട്ടേജും പോലീസിന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അയാൾ ഗോഡൌണിൽ നിന്നും പുറത്തേക്ക് വരുന്നതിന് മുൻപ് അവിടെ നിന്നും ഒരു കറുത്ത SUV കാർ പുറത്തേക്ക് വന്നു. ആ കാറിനുള്ളിൽ രേണുക സ്വാമിയുടെ മരിച്ച ശരീരമുണ്ടായിരുന്നു. അതെ, സ്വന്തം ആരാധകനെ ദർശന്റെ മുൻപിൽ വെച്ച് ദർശന്റെ ആജ്ഞ അനുസരിച്ച് കുറേയേറെ ആളുകൾ ചേർന്ന് കൊന്നു. ബാംഗ്ലൂരിലെ ഒരു പ്രാന്തപ്രദേശത്ത് അഴുക്ക് ചാലിൽ അയാളുടെ ശരീരം വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയും ചെയ്തു. ഇതാണ് കേസ്. ദർശൻ ഈ വിവാദങ്ങളൊന്നും പുത്തരിയല്ല. 2011 തന്നെ, അതായത് 13 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അയാളുടെ പേരിൽ കേസ് ഉണ്ടായിരുന്നു. 2016 അയാളുടെ പേരിൽ വീണ്ടും കേസ് കൊടുത്തു. 2022 മൈസൂരിലെ ഒരു ഹോട്ടലിലെ ജീവനക്കാരനെ അടിച്ചു എന്നൊരു കേസ് ഉണ്ടായിരുന്നു. പിന്നീട് അത് ഒത്തുതീർപ്പാക്കി. 2022 ദർശൻ തന്നെ ഭീഷണിപ്പെടുത്തുവെന്ന് ഒരു കന്നഡ സിനിമാ നിർമ്മാതാവ് കേസ് കൊടുത്തിരുന്നു. 2022 വീണ്ടും ഒരു ദൈവത്തെക്കുറിച്ച് വളരെ മോശമായി തെറ്റായി സംസാരിച്ചതിൻ്റെ പേരിൽ വീണ്ടും വിവാദത്തിലേക്ക് ദർശൻ വന്നു. ആ സംഭവത്തിൽ അയാളുടെ ഒരു ഫാൻ തന്നെ അയാളെ ചെരുപ്പെടുത്ത് അടിക്കുകയും ചെയ്തു. 2023 മൈസൂരിനടുത്തുള്ള അയാളുടെ ഒരു ഫാം ഹൗസിൽ വനം വകുപ്പ് റെയ്ഡ് നടത്തി. ചില വിരളമായ പക്ഷികളെ അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ ഇയാളുടെ പേരിലുള്ള വിവാദങ്ങൾക്കൊരു കയ്യും കണക്കുമില്ല. എന്നും വിവാദത്തിന്റെ തോഴൻ തന്നെയായിരുന്നു ദർശൻ. എന്നാൽ ഇതുവരെ ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ പോലെ അല്ല ഇത് ഒരു കൊലപാതകമാണ്. രേണുക സ്വാമി ഒരു പക്ഷെ തെറ്റായി സംസാരിച്ചിട്ടുണ്ടാകാം. അയാൾ ചെയ്തത് തെറ്റ് തന്നെ ആയിരിക്കാം. പക്ഷെ അതിനുള്ള ശിക്ഷ ഒരിക്കലും മരണമല്ല. രേണുക സ്വാമിയുടെ അച്ഛൻ്റെ പേര് ശ്രീനിവാസയ്യ. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മകന് 33 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ് ഒരുപാട് ദിവസമൊന്നും ആയിട്ടില്ല. എന്നാൽ അവനിപ്പോൾ ജീവനോടെ ഇല്ല. എനിക്ക് ന്യായം വേണമെന്ന് മീഡിയയോട് സംസാരിച്ചു. ദർശനാണ് ഇതിലെ പ്രധാന കുറ്റവാളിയെന്ന് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇതുവരെ കിട്ടിയ തെളിവുകളെല്ലാം അയാൾക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ ജൂൺ മാസം 10 ഒരു ജിമ്മിൽ അയാളായിരിക്കുമ്പോൾ അയാളെയും പവിത്ര ഗൗഡയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ കൂടാതെ 11 വ്യക്തികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കന്നഡയുടെ സ്വന്തം ഡി ബോസിന് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.